വൃക്കയിലെ കല്ലുകൾ, ആ പേര് കേൾക്കുമ്പോഴേ ഒരു വേദനയൊക്കെ ഓർമ്മ വരും അല്ലേ? പക്ഷേ ഈ കല്ലുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഒരു ജീവനില്ലാത്ത ധാതുക്കൾ മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പതിറ്റാണ്ടുകളായി നമ്മളും ഡോക്ടർമാരുമെല്ലാം വിശ്വസിച്ചിരുന്നതിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു കണ്ടെത്തലുണ്ട്. വൃക്കയിലെ കല്ലുകൾക്കുള്ളിലെ ആ ഒരു രഹസ്യലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് തള്ളിക്കളയരുത്. സംഗതി വളരെ കോമൺ ആണ്. ഏകദേശം 11 പേരിൽ ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിഡ്നിയിൽ സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്ക്. അതായത് ഇത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എപ്പോ വേണമെങ്കിലും വരാം. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ജീവനല്ലാത്ത കുറേ മിനറൽസ്, അതായത് ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോൺ എന്നല്ലേ നമ്മളെല്ലാം ഇതുവരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ കല്ലിനകത്ത് സൂക്ഷ്മാണുക്കളുടെ ഒരു ലോകം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാലോ? എന്താണിതല്ലേ? നമുക്ക് ഈയൊരു അവിശ്വസനീയമായ കണ്ടെത്തലിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. അപ്പോ ഈ പുതിയ കണ്ടെത്തൽ എത്രത്തോളം വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇത്രയും കാലം എന്താണ് വിശ്വസിച്ചിരുന്നതെന്ന് നോക്കണം. മെഡിക്കൽ ലോകത്ത് കിഡ്നി സ്റ്റോൺസിന് പ്രധാനമായും 2 തരംതിരിവുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് വളരെ അപൂർവമായി കാണുന്ന സ്ട്രൂവൈറ്റ് കല്ലുകൾ. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെയാണ് രണ്ടാമത്തെ വിഭാഗം, അതായത് 70% കൂടുതൽ ആളുകളിലും കാണുന്ന കാൽസ്യം കല്ലുകൾ. ഇവയ്ക്ക് ഇൻഫെക്ഷനുമായി യാതൊരു ബന്ധവുമില്ല, വെറും മിനറൽസ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണെന്നായിരുന്നു നമ്മുടെയെല്ലാം ഉറച്ച വിശ്വാസം. ഈ അബയോട്ടിക് എന്ന വാക്ക് ഒന്ന് ഓർത്തുവെച്ചോളൂ. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ജീവനില്ലാത്തത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു തരം ജിയോളജി പ്രോസസ് പോലെ. ജീവന്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ഒരു സംഭവം. ഇതായിരുന്നു ഭൂരിഭാഗം വരുന്ന കാൽസ്യം കല്ലുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ. പക്ഷേ ചില ഗവേഷകർ ഈ ജീവനില്ലാത്തത് എന്ന് നമ്മൾ മുദ്രകുത്തിയ കല്ലുകളെ ഒന്നുകൂടി അടുത്തു പരിശോധിക്കാൻ തീരുമാനിച്ചു. അതോടെയാണ് കഥയാകെ മാറുന്നത്. പതിറ്റാണ്ടുകളായി നമ്മൾ വിശ്വസിച്ച പലതിനും ഒരു ഇളക്കം തട്ടിത്തുടങ്ങി. ഇതാണ് മെഡിക്കൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച കണ്ടെത്തൽ. ഞാൻ ഈ ഗവേഷണ പ്രബന്ധത്തിൽ നിന്ന് നേരിട്ട് വായിക്കാണ്. നമ്മൾ ഇൻഫെക്ഷനുമായി ഒരു ബന്ധവുമില്ലെന്ന് കരുതിയ ഏറ്റവും സാധാരണമായ കാൽസ്യം കല്ലുകൾക്കുള്ളിൽ ബാക്ടീരിയകളുടെ ബയോഫിലിമുകൾ ഒരു അവിഭാജ്യ ഘടകമായി തന്നെയുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇത് കല്ലിന്റെ മുകളിൽ എങ്ങനെയോ കുറച്ചു ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഭവമല്ല. ഒരു ബയോഫിലിം എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. സ്വയം നിർമ്മിച്ച ഒരു പശ പോലത്തെ ആവരണത്തിനുള്ളിൽ സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു ബാക്ടീരിയൽ കോളനി. ഒരു ചെറിയ നഗരം പോലെയാണത്. വെറുതെ പറഞ്ഞാൽ പോരല്ലോ, ഇതിന് തെളിവ് വേണ്ടേ? തീർച്ചയായും വേണം. ശരി, അപ്പൊ നമുക്ക് നേരെ മൈക്രോസ്കോപ്പിന് താഴേക്ക് പോകാം. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവർക്കായി ഇതാ തെളിവുകൾ. ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ഇടതുവശത്തുള്ളത് ഒരു രോഗിയുടെ കിഡ്നിയിൽ നിന്നെടുത്ത കല്ലാണ്. അതിന്റെ ഉപരിതലം കണ്ടു, എത്ര സങ്കീർണമാണ്, പലതരം ഘടനകളുണ്ട്. ഇനി വലതുവശത്ത് നോക്കൂ, അത് ലാബിൽ കൃത്രിമമായി ഉണ്ടാക്കിയ ജീവനില്ലാത്ത ഒരു മിനറലാണ്. എന്തുമാത്രം മിനുസമുള്ളതാണല്ലേ? ഈ ഒരു വ്യത്യാസം തന്നെയാണ് ആദ്യത്തെ ക്ലൂ. ഓക്കെ, ഇവ കല്ലിന്റെ പുറത്ത് മാത്രമല്ല, ഒരു കല്ല് 2ആയിട്ട് മുറിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിലും അവിശ്വസനീയമായിരുന്നു. ഒരു മരം മുറിക്കുമ്പോൾ കാണുന്ന വളർച്ചാ വലയങ്ങളില്ലേ, അതുപോലെ അടുക്കടുക്കായിട്ടുള്ള ലെയറുകൾ. ഓരോ ലെയറും ആ കല്ല് വളർന്നതിന്റെ ഓരോ ഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ചിത്രമാണ് ഏറ്റവും നിർണായകമായ തെളിവ്. ഫ്ലൂറസെന്റ് സ്റ്റെയിനിംഗ് എന്നൊരു ടെക്നിക് ഉപയോഗിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം തെളിഞ്ഞുവന്നു. ഈ വലയങ്ങളെന്നു പറയുന്നത് ഒന്നിടവിട്ടുള്ള 2 പാളികളാണ്. ഇതിൽ പിങ്ക് നിറത്തിൽ കാണുന്നത് ധാതുക്കളാണ്, അതായത് മിനറൽസ്. എന്നാൽ ആ പച്ച നിറത്തിൽ കാണുന്നതോ അത് ബാക്ടീരിയയുടെ DNA ആണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ബാക്ടീരിയകൾ എങ്ങനെയോ വന്ന് കല്ലിന്റെ മുകളിൽ താമസിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ കല്ലുണ്ടാകുന്നതിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ ലെയറിലും ഈ ബാക്ടീരിയകൾ ഒരു പ്രധാന ഘടകമാണ്. അവ ആ കല്ലിന്റെ തന്നെ ഭാഗമാണ്, ഉള്ളിൽ നിന്ന് തന്നെ. ശരി, തെളിവുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബാക്ടീരിയകൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു കല്ലുണ്ടാക്കാൻ കഴിയുന്നത്? നമുക്കതിന്റെ മെക്കാനിസം ഒന്ന് നോക്കാം. ഇതിന്റെ പിന്നിലെ പുതിയ തിയറി വളരെ സിമ്പിളാണ്. നമ്മുടെ മൂത്രത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ അത് അവിടുത്തെ ബാക്ടീരിയകൾക്ക് ഒരു ഭീഷണിയാകും, ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. അപ്പോ അവ സ്വയം രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരം DNA പുറത്തേക്ക് വിടും.
ഈ DNA ഒരു പശ പോലെ അല്ലെങ്കിൽ ഒരു കാന്തം പോലെയാണ്. അത് ചുറ്റുമുള്ള കാൽസ്യത്തെ തന്നിലേക്ക് ആകർഷിച്ചു ഒട്ടിച്ചുവെക്കും. പതുക്കെ പതുക്കെ ഈ DNA-യുടെ മുകളിൽ കാൽസ്യം ക്രിസ്റ്റലുകൾ വളർന്ന് അതൊരു കല്ലായി മാറും. ഗവേഷകർ ഇതിനൊരു ശാസ്ത്രീയമായ പേരും കൊടുത്തിട്ടുണ്ട്: അനയോണിക് ന്യൂക്ലിയേഷൻ ടെംപ്ലേറ്റ്. പേരുകേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ ഒരു കല്ല് പണിയാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരച്ച്. അതാണ് ഈ ബാക്ടീരിയൽ DNA. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ള സയൻസാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം? അതാണ് അടുത്ത ചോദ്യം. ഈ ഒരൊറ്റ കണ്ടെത്തൽ കിഡ്നി സ്റ്റോണിന്റെ ചികിത്സയെ തന്നെ തലകീഴായി മറിക്കാൻ ശക്തിയുള്ള ഒന്നാണ്. ഈ കണ്ടെത്തലിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും വലുതാണ്. 1. എന്തുകൊണ്ടാണ് 80% ആളുകൾക്കും കല്ല് വീണ്ടും വീണ്ടും വരുന്നതെന്ന ചോദ്യത്തില് ഒരുത്തരം കിട്ടുകയാണ്. കാരണം കല്ല് പോയാലും ആ ബയോഫിൽം അവിടെ തന്നെ കാണും. 2. ചിലർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഇൻഫെക്ഷനുകളുടെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. എല്ലാത്തിനുമുപരിയായി ഇത് പുതിയ ചികിത്സകൾക്ക് വഴി തുറക്കുകയാണ്. കല്ലിനെ പൊട്ടിച്ചു കളയുന്നതിന് പകരം അതിനെ ഉണ്ടാക്കുന്ന ഈ ബാക്ടീരിയകളെയും ബയോഫിൽമിനെയും നശിപ്പിക്കുന്ന മരുന്നുകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: ഭാവിയിൽ കിഡ്നി സ്റ്റോണിനെ ലേസർ വെച്ച് പൊട്ടിക്കുന്നതിന് പകരം ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചാൽ മാറുന്ന ഒരവസ്ഥ വരുമോ? ഈ പുതിയ കണ്ടെത്തൽ ആ ഒരു സാധ്യതയിലേക്കുള്ള വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം വൈദ്യശാസ്ത്രം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്.